പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എനിക്ക് ഈ അൾത്താറിൽ വന്നു നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ 2019 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. അതിന് കാരണം കേട്ടിട്ട് ഞാൻ 8 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് പാസ്സാവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് 6 നിയോഗങ്ങൾ ഞാൻ എഴുതിയതിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയത് കേട്ടിട്ട് പാസ്സാവാനായിരുന്നു. എന്നാൽ എനിക്ക് ലഭിച്ചത് ഞാൻ അവസാനം എഴുതിയ ഭവന നിർമ്മാണത്തിനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആവശ്യമാണ് മാതാവ് എനിക്ക് ആദ്യമായിട്ട് നടത്തി തന്നത്. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്നും 5:30 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലുകയും വചനം വായിക്കുകയും ദിവസേന ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഞാൻ ചെയ്തിരുന്നു. അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് 2 മാസത്തിന് ശേഷം തന്നെ ഞങ്ങൾക്ക് ഭവനം പണിയുവാനും അത് 2022 ഞങ്ങൾക്ക് പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ കേട്ടിട്ട് എനിക്ക് അപ്പോഴും ഞാൻ 9ാമത്തെ തവണ ഞാൻ എഴുതി. എനിക്ക് അപ്പോഴും കേട്ടിട്ട് പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും 2022 ഡിസംബറിൽ ഞാൻ വീണ്ടും കേട്ടിട്ട് എക്സാം ഞാൻ എഴുതി. അങ്ങനെ ഫെബ്രുവരിയിൽ 2023 ഫെബ്രുവരിയിൽ എൻ്റെ റിസൾട്ട് വന്നു. ആ സമയത്ത് ഞാൻ പാസ്സായി. 97 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനിടയിൽ ഞങ്ങൾക്ക് മലയാളം പാർട്ടിൻ്റെ ഒരു ഭാഗം, ആ ഭാഗത്തെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഞാൻ കാണാതെ പോയി. പക്ഷേ ആ ഉത്തരങ്ങളെല്ലാം ഞാൻ വെറുതെ ബബിൾ ചെയ്യാണ് ഞാൻ ചെയ്തത്. കാരണം ആ 6 ക്വസ്റ്റ്യൻസും എൻ്റെ കണ്ണിൽ പെട്ടിരുന്നില്ല ആ സമയം. അപ്പം ഞാൻ തെറ്റിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം അത് പബ്ലിക് മൊത്തം ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഓരോ ഓപ്ഷനായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത് വെച്ചു. അങ്ങനെ ആ 6 മാർക്കും മാതാവ് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ 97 മാർക്ക് നൽകി മാതാവ് എന്നെ വിജയിപ്പിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ശക്തി തന്നെയാണ്, എൻ്റെ ശക്തിയല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഞങ്ങളുടെ ട്രാക്ടർ കാണാണ്ടായി. പക്ഷേ പരിശുദ്ധ അമ്മയെ കൈവിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അതുപോലെ പോലീസുകാരും എല്ലാവരും അന്വേഷിച്ചു. 2 ദിവസം അന്വേഷിച്ചിട്ടും രാപ്പകലില്ലാണ്ട് 2 ദിവസം അന്വേഷിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. എല്ലാവരും അന്വേഷിച്ച് നടന്നു. 3ാമത്തെ ദിവസം ഞാൻ പോകുമ്പോൾ പുലർച്ചെ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാൻ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ച് തരാം, അത് മാതാവ് തന്നെ കണ്ടെത്തി തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി, പോലീസും ഹസ്ബൻഡും പോയി. അതിനുശേഷം ഒരു 11:15 ഹസ്ബൻഡ് വിളിച്ചു, നമ്മുടെ ട്രാക്ടർ കിട്ടി, മാതാവ് നമുക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ട്രാക്ടർ കിട്ടി. അതുപോലെ എനിക്ക് ഭയങ്കര ഭയമാണ്, വാഹനം ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കിത് ഓടിക്കാനുള്ളൊരു വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് നൽകണമേ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ ധരിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഞാൻ പോയി. അന്ന് തന്നെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാനും ലൈസൻസ് കിട്ടുവാനുമുള്ള വലിയൊരു കൃപ മാതാവ് നൽകി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനം പത്രം പൊതുസ്ഥലങ്ങളിലും, അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, ഞാൻ പൊതുസ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിരുന്നു. ഹസ്ബൻഡും എനിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ. അതുപോലെ തന്നെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും വിശക്കുന്നവർക്ക്, പാവങ്ങളായിട്ടിരിക്കുന്നവർക്ക്, വികലാംഗർക്ക്, എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നു. അതെനിക്ക് സാധിച്ചില്ല എങ്കിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ തുക ഞാൻ അങ്ങനെ കൊടുക്കും. അതുപോലെ രോഗികളെ ഞാൻ സന്ദർശിച്ചിരുന്നു. ജൂബിലി ഹോസ്പിറ്റലിൽ എനിക്ക് പറ്റാവുന്ന ബന്ധുക്കളാണെങ്കിലും അതുപോലെ അയൽപ്പക്കത്തുള്ളവരായാലും ഞാൻ രോഗികളെ പോയി സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചിരുന്നു. ഇന്നും പരിശുദ്ധ അമ്മയുടെ ചെറുതും വലുതുമായ അനേകം അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്നത്. മക്കളോടായാലും പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറയും, മക്കളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ വിജയിക്കും. കാരണം ഞാൻ അതിനൊരു ഉദാഹരണമാണ്. പരിശുദ്ധ അമ്മയുടെ ഇത്രയും വലിയ സാക്ഷ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ചെയ്തു തന്നു. എനിക്ക് ഭയമായിരുന്നു ഇവിടെ നിന്ന് പറയുവാനായിട്ട്. കാരണം എനിക്ക് ഇത്തിരി ഒന്നല്ല, കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും
എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇനി ജോലിയുടെ കാര്യമൊന്നും ആയിട്ടില്ല. എല്ലാവരും ചോദിക്കും, ലേഖ ടെറ്റ് കിട്ടിയില്ലേ, ഇനിയും എന്ത് നിനക്ക് ജോലി കിട്ടാത്തെ? അത് ചോദിക്കും. ഞാൻ പറയും, അമ്മ തരും, എനിക്ക് മാതാവ് എനിക്ക് തരും. ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നമ്മുടെ അടുത്ത് വന്നത്. നന്ദി പറയാനായിട്ട് എനിക്ക് ഒരുപാട് ഭയമുണ്ടായിരുന്നു ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. പക്ഷേ പരിശുദ്ധ അമ്മനെ നിർത്തി എനിക്ക് ആ നന്ദി പറയുവാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ലേഖ ബിജു എന്ന ഈ സഹോദരി